കേരള സർവകലാശാലയിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർക്ക് രണ്ടാമതും വിശദീകരണം നൽകി രജിസ്ട്രാർ. മതചിഹ്നം ഏതെന്ന് വ്യക്തമാക്കണമെന്ന് VC അറിയിച്ചിരുന്നു. രണ്ടാമത് ലഭിച്ച വിശദീകരണത്തിന് പിന്നാലെ VC ഗവർണർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഉണ്ട്. ശാലിനി, വിശദാംശങ്ങൾ. രാഖി, കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ രാജ്ഭവൻ VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കേരള സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിലുണ്ടായ സംഘർഷങ്ങൾ, ഒപ്പം തന്നെ അവിടെ രജിസ്ട്രാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളതായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VC രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെടുകയും ഇന്നലെ ഉച്ചയോടുകൂടി രജിസ്ട്രാർ KS അനിൽകുമാർ VCക്ക് വിശദീകരണം നൽകുകയും ചെയ്തു. ഈ വിശദീകരണം തൃപ്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടി ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ VC വീണ്ടും അതിന്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ വിശദമായ വിശദീകരണം നൽകണമെന്ന് രജിസ്ട്രാറോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ വിശദീകരണമാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാർ VCക്ക് മുൻപാകെ നൽകിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അതായത് തന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല, ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല. പകരം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില അനർത്ഥ സംഭവങ്ങൾ ഉണ്ടായി. അത് PRO അടക്കമുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ആയിരുന്നു എന്നുള്ള സ്വയം ന്യായീകരണമാണ് KS അനിൽകുമാർ രജിസ്ട്രാർ വീണ്ടും ഈ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മതചിഹ്നങ്ങൾ ഏതൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് കൃത്യമായി തന്നെ അതിന്റെ രേഖാമൂലം നൽകണമെന്ന് VC രണ്ടാമത്തെ വിശദീകരണത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു വിശദീകരണം ഈ ഘട്ടത്തിലും രജിസ്ട്രാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മതചിഹ്നം ഏത് എന്ന് താൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് മതചിഹ്നം എന്നുള്ള ധിക്കാര രീതിയിലുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോൾ രജിസ്ട്രാർ നൽകിയിട്ടുള്ളത്. എന്തായാലും രജിസ്ട്രാർ നൽകിയിട്ടുള്ള വിശദീകരണം വിശദമായി പരിശോധിച്ച ശേഷം അതിന്മേലൊരു റിപ്പോർട്ട് ഇന്ന് VC ഗവർണർക്ക് നൽകും. രാജ്ഭവനിലേക്ക് അയക്കുന്ന VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രാർ അടക്കമുള്ളവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതിൽ അറിയേണ്ടത്. നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചട്ടലംഘനം അടക്കം നടത്തിയതും ഒപ്പം തന്നെ SFI KSU നേതാക്കന്മാരെ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ച വേദിയിലേക്ക് കൃത്യമായി തുക അടച്ച് എടുത്ത ആ വേദിയിലേക്ക് പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് വിളിച്ചു വരുത്തിയതിലും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയ വേദിയിലേക്ക് പോലീസിന്റെ സമ്മതമോ അറിവോ ഇല്ലാതെ തന്നെ മറ്റുള്ളവരെ പ്രതിഷേധക്കാരെ അടക്കമുള്ളവരെ വിളിച്ചു കയറ്റിയതിലും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം ഉണ്ടെങ്കിൽ ആ പ്രോട്ടോകോൾ ലംഘനങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി പോലീസിന്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ആ പരിപാടി പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്ഭവനാണ് റദ്ദ് ചെയ്യുക. പക്ഷേ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി മുൻകൂട്ടി റദ്ദാക്കി എന്ന് രാജ്ഭവനെ നേരിട്ട് വിളിച്ച് അറിയിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട്. ഇക്കാര്യത്തിലും രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ വിശദീകരണം രാജ്ഭവനിൽ എത്തിയതിനു ശേഷം രാജ്ഭവൻ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ VC ആയിരിക്കും രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർവീസിൽ നിന്ന് സസ്പെൻഷൻ അടക്കമുള്ള നടപടി KS അനിൽകുമാർ നേരിടേണ്ടി വരും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും ഇന്ന് തന്നെ VC ഈ വിശദമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് അയക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശാലിനി, കേരള സർവകലാശാലയിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർക്ക് രണ്ടാമതും വിശദീകരണം നൽകി രജിസ്ട്രാർ. മതചിഹ്നം ഏതെന്ന് വ്യക്തമാക്കണമെന്ന് VC അറിയിച്ചിരുന്നു. രണ്ടാമത് ലഭിച്ച വിശദീകരണത്തിന് പിന്നാലെ VC ഗവർണർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും.